സുഹൃത്തുക്കളെ, നിസാമാണ് യാത്രാവണ്ടിയിൽ നിന്നും. ഇന്ന് നമ്മൾ കോട്ടയം ജില്ലയിലെ ഒരു ഹിൽ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്, ഇല്ലിക്കൽ കല്ലിലേക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് ഇല്ലിക്കൽ കല്ലിൻ്റെ മുകളിലോട്ട് കയറി ആ ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ റോഡൊക്കെയാണ് നമുക്കിവിടെ ഉള്ളത്, എല്ലാം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കൂടെ സുഹൃത്ത് അനീസാണുള്ളത്. നമ്മുടെ ഫാമിലിയൊക്കെ അവിടെ കൂടെയുണ്ട്, പുറകിലായിട്ട് ഇരിപ്പുണ്ട്. ഹായ് കൊടുത്തേ. ഇവിടെ ഒരാൾ അവിടെ കെറിച്ചിരിക്കുന്നുണ്ട്. ദൃശ്യഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് നമ്മുടേത്. മുകളിൽ നിന്ന് ഓട്ടോ ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ താഴെ നിന്ന് കയറുമ്പോൾ തന്നെ വലിയ ഒരു കയറ്റമാണ് ഇല്ലിക്കൽ കല്ലിലേക്കുള്ളത്. ഇനി കുറച്ച് ദൂരം കൂടി പിന്നിട്ടാൽ നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ പ്രധാന ഭാഗത്തേക്ക് എത്തിച്ചേരും. ഇല്ലിക്കൽ കല്ലിന്റെ ഭാഗമാണ് നമ്മൾ തൊട്ട് മുകളിലായിട്ട് കാണുന്നത്. ഈ മലനിര എല്ലാം ഇല്ലിക്കൽ കല്ലിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ചെമ്പരത്തിയും മറ്റ് ചെടികളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്. ഇതൊക്കെ കാണാനല്ലേ. അപകടകരമായ വളവുകളാണ് ഇനി ഉള്ളത്. എല്ലാം വേഗത കുറച്ച് പോകണമെന്നൊക്കെ ഇവിടെയുള്ള സൂചനാ ബോർഡുകളൊക്കെ നമുക്ക് കാണാം. ഇല്ലിക്കാടുള്ളത് കൊണ്ടായിരിക്കാം ഇല്ലിക്കൽ കല്ല് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. നമ്മൾ ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലിക്കൽ കല്ലിന്റെ ഭാഗം നമുക്ക് മുന്നിലായിട്ട് കാണാം. മനോഹരമായ ദൃശ്യമാണ്. ഇല്ലിക്കൽ കല്ലിലേക്ക് അടുക്കും തോറും ചെറിയ കടകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മനോഹരമായൊരു പ്രദേശത്തു കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് 3-4 തവണ ഞാൻ ഇല്ലിക്കൽ കല്ലിൽ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇല്ലിക്കൽ കല്ലിൽ വരുമ്പോൾ ഇവിടെ ടിക്കറ്റോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല. നമ്മുടെ വാഹനത്തിൽ തന്നെ ഇല്ലിക്കൽ കല്ലിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് തന്നെ നമുക്ക് പോകാമായിരുന്നു. അധികം സഞ്ചാരികളൊന്നും ആ സമയത്തൊന്നും ഇവിടെ എത്തുന്നുണ്ടായിരുന്നില്ല. ഇത്തരത്തെ ഇറക്കൊന്നും ആ സമയത്ത് അനുഭവപ്പെട്ടിട്ടുമില്ല. അപ്പോൾ ധാരാളം സഞ്ചാരികൾ ഇല്ലിക്കൽ കല്ലിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുന്നത് നമുക്ക് വഴിയിൽ കാണാൻ കഴിയും. കാറുകളും ബൈക്ക് യാത്രികരുമായി ധാരാളം ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഇല്ലിക്കൽ കല്ലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇല്ലിക്കൽ കല്ലിലേക്ക് എത്തുന്നത്. നമുക്ക് അവിടോട്ട് പോയി നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് വിശദമായി കണ്ടിട്ട് വരാം. ഇപ്പോൾ അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ പണിതിട്ടുണ്ട്. അതുപോലെ ടിക്കറ്റ് കൗണ്ടറും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് വേണം നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറയാം. നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഏതാണ്ട് എത്തിയിരിക്കുകയാണ്. വാഹനം പാർക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഇല്ലിക്കൽ കല്ലിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ വാഹനം പാർക്ക് ചെയ്തു. ഇനി മുകളിലോട്ട് പോകുമ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് മുകളിലേക്ക് പോകാം. ജീപ്പുണ്ട്, ജീപ്പിൽ വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ നടന്നു വേണമെങ്കിലും നമുക്ക് മുകളിലേക്ക് പോകാം. ചായ ഉണ്ടോ? അപ്പോൾ നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് മുകളിലോട്ട് കയറാം. 2 ചായ, ഒന്ന് വിത്തൗട്ട്, ഒന്ന് മധുരം കുറച്ച്. പമ്പരം സാറൊരു പമ്പരം വാങ്ങിച്ചാണ്. അതെടുത്തൊന്ന് ഊതിയ
ഹലോ വേണോ ചായ കുടിച്ചിട്ട് നമുക്ക് മുകളിലോട്ട് കയറാം. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിന് അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്ത് മുകളിലോട്ട് പോകാം. എൻട്രി ഫീസും ജീപ്പ് സവാരിയും കൂടെ ചേർത്ത് 59 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ജീപ്പ് സവാരി വേണ്ടെന്നുണ്ടെങ്കിൽ എൻട്രി ഫീ ആയിട്ട് 20 രൂപ ഒരാൾക്ക് കൊടുക്കണം. സീനിയർ സിറ്റിസന് 10 രൂപയാണ് കൊടുക്കേണ്ടത്. അതുപോലെ ക്യാമറയ്ക്കും പാർക്കിങ്ങിനുമൊക്കെ ചാർജുണ്ട്. ഇവിടെ 4 വീലറിന് 26 രൂപയാണ് പാർക്കിംഗ് ചാർജ്. 2 വീലറിനും 3 വീലറിനും 13 രൂപ, മിനി ബസ്സിന് 65 രൂപ. പിന്നെ ക്യാമറ കൊണ്ടുവരുന്നവർ ഒരു 59 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ ചെയ്യാൻ വരുന്നവർ 1180 രൂപ അടക്കണമെന്നാണ് ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മൾ മൊബൈൽ ഫോണും കൊണ്ടുവന്നാൽ ഇതൊന്നും ബാധകമല്ല. പിന്നെ തൊട്ട അടുത്തായിട്ട് കുറച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ പോകേണ്ടുന്ന കിലോമീറ്ററും ഒക്കെ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കട്ടിക്കയം ഏറ്റവും അടുത്തായിട്ടുള്ളത് കട്ടിക്കയമാണ്. 3 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നുമുള്ളത്. അതുപോലെ കണ്ണാടിപ്പാറയ്ക്ക് 5 കിലോമീറ്റർ ദൂരമുണ്ട്. ഇലവീഴ പൂഞ്ചിറയ്ക്ക് 11 കിലോമീറ്റർ ദൂരമാണ്. മാർമല വാട്ടർഫാൾസിന് 15 കിലോമീറ്ററും അയ്യമ്പാറ 15 കിലോമീറ്റർ. അതുപോലെ നമ്മുടെ വാഗമണ്ണിലേക്ക് പോകാനാണെങ്കിൽ ഇവിടെ നിന്നും 28 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്തൊക്കെ വന്നാൽ നമുക്ക് അതിരാവിലെയൊക്കെ പുറപ്പെട്ടൊക്കെ പോയാൽ ഈ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് വരാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ട്രിപ്പാക്കി മാറ്റാം. നമ്മൾ ഇവിടം കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ പിന്നാലെ വരും. അപ്പോൾ ഇന്ന് നമുക്ക് ഇല്ലിക്കൽ കല്ലിലെ കാഴ്ചകളൊക്കെ കാണാം. ജീപ്പ് വരുന്നിടം വരെ നമുക്ക് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജീപ്പ് എത്തി. ഞങ്ങളെല്ലാം കയറി മുകളിലോട്ട് പോവുകയാണ്. വളരെ രസകരമായ ഒരു യാത്രാ അനുഭവമാണ് ഈ ജീപ്പ് സവാരി. നമുക്കിവിടെ നിന്ന് നടന്നു പോകുന്നവർക്ക് കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പോകാം. അങ്ങനെ പോകുന്നവരാണ് ഈ മുകളിൽ പോയിട്ട് തിരിച്ചു വരുന്നവരെയാണ് നമ്മൾ ഈ വഴിയിൽ കാണുന്നത്. അങ്ങനെ ഹെയർപിൻ ബിൻഡുകളുമൊക്കെ ആയിട്ട് നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് കയറും തോറും കാഴ്ചാ ഭംഗി കൂടിക്കൂടി വരികയാണ്. ധാരാളം ആളുകൾ നടന്നിങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ട്. സൈഡിൽ വിശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ആ നീല ആകാശവും നമ്മുടെ ഈ പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും മലകളും എല്ലാമായിട്ട് വളരെ മനോഹരമായ ഒരു ദൃശ്യഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു യാത്രയാണിത്. ഏറെ രസകരമായ ഒരു യാത്രയാണ്. ഈ ഭാഗത്തൊക്കെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. മുകളിൽ എത്തിയാലുള്ള കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് വേണ്ടി അവിടെ പ്രകൃതി കാത്തുവച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മുകളിലെ നമ്മുടെ ജീപ്പ് എത്തുന്ന സ്ഥലം വരെ നമ്മൾ എത്തി. ഇവിടെ നിന്നും ഇറങ്ങി ഇനി നടന്നു വേണം നമ്മുടെ ഇല്ലിക്കൽ കല്ലിൻ്റെ വ്യൂ കാണാനായിട്ട് നമുക്ക് പോകാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇല്ലിക്കൽ കല്ലിൻ്റെ ബേസ് ക്യാമ്പ് വരെയാണ് ഈ ജീപ്പ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്നും ഇറങ്ങി നമുക്ക് ഇനി കുറച്ച് മുകളിലോട്ട് നടക്കണം നമ്മുടെ ഇല്ലിക്കൽ കല്ലിൻ്റെ വ്യൂ കാണാനായിട്ട്. ഈ ബേസിൽ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അത്യാവശ്യം ചായയും ചെറുകടികളും ജ്യൂസും അതുപോലെ ഐസ്ക്രീമും കരിക്കും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. മല കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തായാലും ഇത് ആവശ്യമായിട്ട് വരും. ഈ കരിക്ക് വെട്ടിയതിൻ്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നത്. അത് ഭംഗിയായിട്ട് ഇവിടെ അടുക്കി വെച്ച് ഒരു വ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്നുമുള്ള വ്യൂ ആണ് കാണുന്നത്. നമ്മുടെ കൂടെ വന്നവരെല്ലാം മുകളിലോട്ട് നടക്കുകയാണ്. കുറച്ച് കയറ്റം കയറി മുകളിൽ പോകുമ്പം അവിടെ നിന്നും ഒരു കൈവരിയൊക്കെ പുതുതായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ആ കൈവരിയിലൂടെ വേണം നമുക്ക് പിന്നെ മുകളിലോട്ട് കയറാനായിട്ട്. ഈ അടുത്ത് സ്ഥാപിച്ചതാണ് കൈവരി. ഇവിടെ ധാരാളം അപകടങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെ ഈ കൈവരിയൊക്കെ സ്ഥാപിച്ചത്. എന്തായാലും വൃത്തിയായിട്ട് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപകടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാനുള്ള സുരക്ഷാ മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ ആളുകൾ ഇതെല്ലാം മറികടന്ന് അപ്പുറത്ത് ചാടാറുണ്ട്. നിങ്ങൾ പരമാവധി അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക.
ഇവിടുന്ന് മുകളിലോട്ട് കയറുന്നത് അല്പം ദുർഘടമാണ്. കല്ലുകളാണ് ഉള്ളത്. മഴ പെയ്തും മറ്റും എല്ലാം ഒലിച്ച് മണ്ണുകളെല്ലാം ഒലിച്ച് താഴേക്ക് ഇറങ്ങി ബാക്കി കല്ലുകൾ മാത്രമാണ് ഈ ഭാഗത്തുള്ളത്. അതിൽ നിന്ന് സൂക്ഷിച്ച് ചവിട്ടി നമുക്ക് മുകളിലോട്ട് കയറാം. ഇല്ലിക്കൽ കല്ലിൻ്റെ പ്രധാന ഭാഗമാണ് ആ കാണുന്നത്. ഇല്ലിക്കൽ കല്ല് കോട്ടയം ജില്ലയിലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു കൊടുമുടിയാണ് ഇല്ലിക്കൽ കല്ല്. ഇത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗം തന്നെയാണ്. അതുപോലെ കോട്ടയത്തിൻ്റെ മീനച്ചലാറിൻ്റെ തുടക്കം ഈ ഇല്ലിക്കൽ കല്ലിൽ നിന്നുമാണ്. അതുപോലെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈരാറ്റുപേട്ടയ്ക്കടുത്ത് തീക്കോയിലെ മൂന്നിളം എന്ന സ്ഥലത്താണ് ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് വരുവാനായിട്ട് കോട്ടയത്ത് നിന്ന് 56 കിലോമീറ്ററും അതുപോലെ പാലയിൽ നിന്നും 30 കിലോമീറ്റർ, ഈരാറ്റുപേട്ടയിൽ നിന്ന് 18 കിലോമീറ്റർ, നമ്മുടെ സ്വന്തം വാഗമണ്ണിൽ നിന്നുമാണെങ്കിൽ 28 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ നമുക്ക് ഇല്ലിക്കൽ കല്ലിലെത്താം. വളരെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് ഇവിടെ ആസ്വദിക്കാം. ഇല്ലിക്കൽ കല്ലെന്ന് പറയുന്നത് 3 പാറക്കൂട്ടങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിലെ ഏറ്റവും ഉയരം കൂടിയ പാറ കൂടക്കല്ലെന്നും തൊട്ടടുത്ത് സർപ്പാകൃതിയിൽ കാണപ്പെടുന്ന ഒരു പാറയുണ്ട്. ആ പാറയെ കൂനൻ കല്ലെന്നാണ് പറയപ്പെടുന്നത്. ഈ സർപ്പാകൃതി വന്നത് ആ ഭാഗത്തെ പാറകൾ അടന്നു പോയിട്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ ഈ കല്ലിന് കൂനൻ കല്ല് എന്നാണ് അറിയപ്പെടുന്നത്. ഈ കല്ലുകൾക്ക് ഇടയിൽ ഒരു 20 അടി താഴ്ചയിൽ വലിയൊരു വിടവുണ്ട്. ഇതിന് മുകളിലാണെങ്കിൽ ഒരു അരയടി മാത്രം വീതിയുള്ള ഒരു നടപ്പാതയുണ്ട്. നടപ്പാതയൊന്നുമല്ല, ഈ അരയടി വീതിയുള്ള ഈ ഭാഗത്തിന് നരകപാലം എന്നാണ് അറിയപ്പെടുന്നത്. മുമ്പ് ഈ ഭാഗത്തൊക്കെ കയറാൻ ശ്രമിച്ചവർ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട്. ഈ ഇല്ലിക്കൽ കല്ലിന് നമ്മുടെ കൊടൈക്കനാലിലെ പില്ലർ റോക്കിനോട് ഒരു സാദൃശ്യമൊക്കെ ഉണ്ട്. ഇല്ലിക്കൽ കല്ലിന് ഏതാണ്ട് 4000 അടിയോളം ഉയരമുണ്ട്. ഈ പ്രദേശത്ത് നല്ല കാറ്റാണ്. നമുക്ക് ഇവിടെ നിന്നാൽ ഈ വാഗമണ്ണിൻ്റെ മലനിരകളൊക്കെ കാണാൻ കഴിയും. അതുപോലെ അറബിക്കടലിൻ്റെ ഭാഗവും ഒക്കെ ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഉദയവും അസ്തമയവും കാണാൻ ഇവിടെ നിന്നും നല്ല ഭംഗിയാണ്. ഇവിടോട്ട് വരുവാനായിട്ടിപ്പോൾ PWD വളരെ മനോഹരമായ റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആയാസരഹിതമായി സഞ്ചാരികൾക്ക് ഇല്ലിക്കൽ കല്ലിലേക്ക് എത്താം. ഇതിനടുത്ത് തന്നെയാണ് ഇലവീഴ പൂഞ്ചിറയുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് പോയി കാണാം. അതുപോലെ ഈ ഇല്ലിക്കൽ കല്ലിന് മറ്റൊരു പ്രത്യേകത ഉള്ളത്, നീലക്കൊടുവേലി ഈ പ്രദേശത്ത് ഉണ്ടെന്നാണ് പ്രാദേശികമായി വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ഇത് കയറി ഏതാണ്ട് ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം സഞ്ചാരികൾ എത്തിയിട്ടുണ്ട്. കുറേ പേര് താഴേക്ക് ഇറങ്ങുന്നു. നമ്മൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൈവരി ഉള്ളതുകൊണ്ടാണ് നമുക്ക് വലിയ പ്രയാസം ഒന്നുമില്ലാതെ തന്നെ മുകളിലോട്ട് കയറാൻ പറ്റുന്നത്. മുകളിൽ എത്തിയിട്ട് വേണം ഇല്ലിക്കൽ കല്ലിൻ്റെ മനോഹരമായ വ്യൂ ഒന്നുകൂടെ നിങ്ങളെ കാണിക്കാനായിട്ട്. ഇത്തരത്തിൽ കിടക്കുന്ന വഴിയാണ്. കണ്ടില്ലേ, മൊത്തം കല്ലും പാറക്കഷണങ്ങളും മാത്രമാണുള്ളത്. ഈ കൈവരിയിൽ പിടിച്ച് നമുക്ക് മുകളിലോട്ട് കയറാം. 2 ഭാഗത്തായിട്ട് കൈവരി ചെയ്തിട്ടുണ്ട്. ഒരേ ദിശയിൽ തന്നെ മുകളിലോട്ടും അതുപോലെ താഴോട്ടും ഇറങ്ങാനായിരിക്കാം. പക്ഷേ എല്ലാവരും ഒരു ഭാഗത്തോട് തന്നെ മുകളിലോട്ടും താഴോട്ടും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുക. ഇവിടെ നിന്നുള്ള ആ ഇല്ലിക്കൽ കല്ലിൻ്റെ വ്യൂ നമുക്ക് കണ്ടു നോക്കാം. കണ്ടില്ലേ, മനോഹരമായ ആ ഇല്ലിക്കൽ കല്ലിൻ്റെ വ്യൂ നമുക്ക് ഏറ്റവും ടോപ്പിൽ നിന്നും ആസ്വദിക്കാം. നമ്മൾ ആ ഭാഗത്തു നിന്നുമാണ് മുകളിലോട്ട് കയറി വന്നത്. കണ്ടില്ലേ, ആ ഭാഗത്ത് കുറച്ച് നടപ്പാതയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കയറി നമുക്ക് മുകളിലോട്ട് വരാൻ പറ്റുന്നത്. ഈ കാണുന്നതൊക്കെ
വാഗമണ്ണിൻ്റെ ഭാഗങ്ങളാണ്. വാഗമൺ മലനിരകളുടെ ഭാഗമാണ് ഈ ഭാഗത്തായിട്ട് കാണുന്നത്. ഏതായാലും വളരെ രസകരമായ ആനന്ദകരമായ കാഴ്ചകളാണ് ഇവിടെ നിന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. അങ്ങ് ആ ഭാഗത്തായിട്ട് കുറച്ച് കോടയൊക്കെ കാണുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് കോടയൊന്നുമില്ല. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇവിടെ ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കോടയും അല്പം കാറ്റും ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടെ ഇവിടുത്തെ വൈബ് ഒരു പ്രത്യേകതയായിരിക്കും. വളരെ രസകരമായ അനുഭവം നമുക്ക് ഇവിടെ നിന്നും ലഭിക്കും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിനി താഴേക്ക് ഇറങ്ങാം. കയറുന്നതിനേക്കാളും അല്പം റിസ്ക്കാണ് താഴോട്ട് ഇറങ്ങുന്നതിനായിട്ട്. വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ താഴെ പോയി കിടക്കും. നമ്മൾ വന്ന വഴികളാണ് കാണുന്നത്. മുകളിലോട്ട് കയറി വന്ന വഴികളാണ് ഈ കാണുന്നത്. ആ ഭാഗത്തായിട്ടൊരു ജീപ്പ് വരുന്ന കണ്ടില്ലേ? നമ്മൾ ഇതുപോലെ ഈ ജീപ്പിലാണ് താഴെ നിന്നും ഈ ഇല്ലിക്കൽ കല്ലിൻ്റെ ബേസിലേക്ക് നമ്മൾ എത്തിയത്. ആ ഹെയർ പിൻ വളവുകളിലൂടെ ആ ജീപ്പ് ഇങ്ങനെ കടന്നു വരുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. താഴത്തെ കടകളൊക്കെ അവിടെ കാണാം. അപ്പോൾ നമ്മൾ എത്രമാത്രം ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മൾ താഴോട്ടിറങ്ങിയാണ്. മറ്റൊരു കൂട്ടർ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കുട്ടികളും പ്രായമായവരും എല്ലാം എത്തിയിട്ടുണ്ട്. എല്ലാവരും മുകളിലോട്ട് കയറുന്നുണ്ട്. ആരും മടിച്ച് നിൽക്കുന്നില്ല. കയറാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് ആരും വഴിയിൽ നിൽക്കുന്നില്ല. എല്ലാവരും മുകളിലോട്ട് കയറി കാഴ്ച കണ്ടിട്ടാണ് പോകുന്നത്. ഇത് താഴെയുള്ള ഭാഗമാണ്. ഇവിടെ ഇങ്ങനെ കുറച്ച് നടപ്പാത പോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ചയും അതിമനോഹരമാണ്. ഇവിടെ നിന്നും നല്ല വ്യൂ ആണ് കിട്ടുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ അതിമനോഹരമായ ആ കാഴ്ച ഇവിടെ നിന്നും നമുക്ക് ആസ്വദിക്കാം. ഇല്ലിക്കൽ കല്ലിൻ്റെ മുഴുവൻ കാഴ്ചകളും നിങ്ങളെ കാണിക്കുകയാണ്. എന്നും മിസ് ചെയ്യരുത്. എല്ലാം നിങ്ങൾ കണ്ടിരിക്കുക. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇല്ലിക്കൽ കല്ലിൽ നിന്നും ഉള്ളത്. നമ്മുടെ സഹയാത്രികൻ അനീസാണ് ആ മുമ്പിൽ നടന്നുപോയത്. ഒരു ബെഞ്ചിൽ അവിടെ ഇരുന്നു. ഇവിടുത്തെ ഈ കൈവരിയും ഈ ബെഞ്ചുകളും എല്ലാം പണിതിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. അതുകൊണ്ട് തുരുമ്പ് പിടിച്ച് പോവില്ല. അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞ് വീണ്ടും ജീപ്പിൽ കയറി താഴേക്ക് പോവുക. വളരെ മനോഹരമായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമല്ലോ. അങ്ങനെ നമ്മൾ താഴെ നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ ജീപ്പുകളിൽ ആൾക്കാർ നിറഞ്ഞിരിക്കുന്നുണ്ട്. അടുത്ത ട്രിപ്പ് മുകളിലോട്ട് പോകാനായിട്ടുള്ള ആളുകൾ അവിടെ റെഡിയായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടിയിൽ ഇനി യാത്ര തിരിക്കുകയാണ് മറ്റൊരു സ്ഥലത്തേക്ക്. ഇലവിഴ പൂഞ്ചിറയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അടിപൊളി കാഴ്ചകളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.